ഗാർഡൻ്റെ കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ കുറിച്ചാണ്. പച്ചക്കറിത്തോട്ടം ഇതെൻ്റെ വഴുതനയാണ്. ഒരു ചെറിയ പച്ചക്കറിത്തോട്ടം നമുക്കെല്ലാവർക്കും സന്തോഷം പകരുന്നതാണല്ലോ. ആരോഗ്യത്തിനും സന്തോഷത്തിനും ഉതകുന്നതാണ് പച്ചക്കറിത്തോട്ടം എന്ന് പറയുമ്പോൾ. അത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള വിഷമില്ലാത്ത നല്ല പച്ചക്കറി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കൊത്തിരി ആരോഗ്യത്തോടെ ഭക്ഷണങ്ങൾ തയ്യാറാക്കാനായിട്ട് സാധിക്കും. എൻ്റെ ചീരയൊക്കെ ചീര ഉണ്ടായിരുന്നു. ആ ചീരയൊക്കെ ഇപ്പം ഇല കൊഴിഞ്ഞിട്ട് പൂവായി വരുന്നു. അത് അങ്ങനെ. പിന്നെ ഞാൻ പച്ചമുളക് നട്ടിട്ടുണ്ട്. കുറേ പച്ചമുളകിൻ്റെ തൈകൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നട്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ ബന്ധിത്തൈകൾ നട്ടുപിടിപ്പിക്കുക. അപ്പോൾ കീടശല്യത്തിൽ നിന്നൊക്കെ ബന്ധിത്തൈകൾ കുറേ സംരക്ഷിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. പച്ചക്കറി തോട്ടത്തിൽ കുറച്ച് ബന്ധിത്തൈകൾ നടുന്നത് നല്ലതായിരിക്കും. കുറേ മുളകിൻ്റെ തൈകളൊക്കെയാണ് ഞാൻ നട്ടിരിക്കുന്നത്. പിന്നെ എനിക്ക് വഴുതന ഇങ്ങനെ ഇഷ്ടം പോലെ ധാരാളം കിട്ടാറുണ്ട്. വഴുതന എനിക്ക് സാമ്പാർ വെക്കാനും അവിയൽ വെക്കാനും ഞാൻ മെഴുക്ക് പുരട്ടി, ചില നാട്ടിലൊക്കെ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല, മെഴുക്ക് പുരട്ടി എന്നാണ് ഞങ്ങൾ പറയുന്നത്, അതുണ്ടാക്കുന്നുണ്ട്. തോരൻ, സാമ്പാർ, അവിയൽ, ഇങ്ങനെയുള്ള നമ്മുടെ വെജിറ്റബിൾ കറികളുണ്ടല്ലോ, നമുക്ക് സാധാരണ വയ്ക്കുന്ന കറികളിലൊക്കെ ഇടാനായിട്ട് ധാരാളം നമുക്ക് അങ്ങനെ കിട്ടുന്നുണ്ട്. വഴുതനങ്ങയൊക്കെ കിട്ടുന്നുണ്ട് ധാരാളമായിട്ട്. അങ്ങനെ പൂത്ത് ഇതാണ്ട് നല്ല പൂക്കളായിട്ട് നിൽക്കുന്നുണ്ട് വഴുതന. പിന്നെ എനിക്ക് കോവലുണ്ട്. എൻ്റെ പച്ചക്കറി തോട്ടത്തിൽ കോവൽ ധാരാളമായിട്ടുണ്ട്. ആരോഗ്യത്തിൻ്റെ ലീഫ് തന്നെ നമുക്ക് തോരൻ വെക്കാനൊക്കെ ഒത്തിരി സഹായിക്കും. ഈ കോവലിൻ്റെ ലീഫ് നല്ലതാണ് നമുക്ക് തോരൻ വെക്കാനായിട്ട്. ഇതിൻ്റെ ലീഫ് നല്ലതാണ് എടുത്ത് തോരൻ വെക്കാൻ. നമ്മൾ ചീരയില തോരൻ വെക്കുന്ന പോലെ ഇതിൻ്റെ ലീഫ് നമുക്ക് തോരൻ വെക്കാൻ നല്ല തളിരിലകൾ പറിച്ച്, ഒത്തിരി മുറ്റാത്ത ഇല പറിച്ച് തോരൻ വെച്ചാൽ നമുക്ക് നല്ല തോരൻ ഉണ്ടാക്കാനായിട്ട് ചീര പോലെ തന്നെ തോരൻ വെക്കാനായിട്ട് ഇത് സഹായിക്കും. ഇവിടെ പിന്നെ എൻ്റെ കുറേ ഹെലിക്കോണിയ പ്ലാന്റ് പൂത്ത് നിൽപ്പുണ്ട്. ഹെലിക്കോണിയതിൻ്റെ സൈഡിൽ ഞാൻ വാഴപ്പൂവും ഹെലിക്കോണിയ പൂവും ഒക്കെ ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൂടുതൽ കാണിക്കാനുള്ളത്, എനിക്കിന്ന് പ്രധാനമായിട്ടും കാണിക്കാനുള്ളത് കാന്താരി ചെടിയെക്കുറിച്ചാണ്. വെള്ളക്കാന്താരി ധാരാളമായിട്ടുണ്ട്. അപ്പോൾ വെള്ളക്കാന്താരി ഞാനതിൻ്റെ ഫലം എടുത്തുകൊണ്ടിരിക്കുക. വെള്ളക്കാന്താരി കണ്ടില്ലേ, ധാരാളം വെള്ളക്കാന്താരി. ഞാൻ ചെടികൾക്കൊപ്പം പച്ചക്കറി കൃഷിയുടെ ഫോക്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ വെള്ളക്കാന്താരി ഞാൻ ഇത്രയും പറിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറിച്ചത് ഇവിടെ വന്നിട്ട് അപ്പോഴാണ് ഓർത്തൊരു വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന്. വെള്ളക്കാന്താരി ഇങ്ങനെ കണ്ടില്ലേ, ഞാൻ വെള്ളക്കാന്താരി പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വെള്ളക്കാന്താരി ഇത്രയും പറിച്ച് കുറച്ച് ഞാൻ കറികൾക്ക് ഉപയോഗിച്ചു. അപ്പം നമുക്ക് കാന്താരി പറിക്കുമ്പോൾ ഇതിന്ന് പറിച്ചെടുക്കാനായിട്ട് നല്ല ആരോഗ്യത്തിനും ടേസ്റ്റും മണവും രുചിയും ഒക്കെ ഇത് തരുന്നത് വെള്ളക്കാന്താരി. ചെറിയ കാന്താരി എൻ്റെ പുരയിടത്തിലുണ്ട്. ഞാൻ വെള്ളക്കാന്താരി എനിക്ക് ഒരു കൈ കൊണ്ട് പിടിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുക. ഈ വെള്ളക്കാന്താരി നമുക്കിങ്ങനെ പറിച്ചെടുക്കാൻ വിളഞ്ഞത് നോക്കി നല്ല പാകമാകുമ്പോൾ ഇത് നല്ല വൈറ്റ് കളറാവും. ചെറുതിലെ ചെറിയ കളറായിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പിഞ്ച് ഒക്കെ ഇച്ചിരി ഗ്രീനായിട്ട് വന്നിട്ട് പിന്നെ അത് വിളയുമ്പോഴേക്കും നല്ല വൈറ്റ് കളറിലോട്ട് മാറും. ധാരാളം ഇതിൽ നിപ്പുണ്ട്. എനിക്കിനി ഇതെല്ലാം പറിച്ചെടുക്കണം. ഇതിൽ ധാരാളം നമുക്ക് പറിച്ചെടുക്കാനായിട്ടുണ്ട്. ഇതിലെല്ലാം നിറച്ച് ബൾബ് പോലെ നമുക്ക് തോന്നും ബൾബാണെന്ന്, അതുപോലെ നിറഞ്ഞു നിൽക്കുന്ന കാന്താരിയാണ്. ഇതിലെല്ലാം വെള്ളക്കാന്താരിയാണ് ഞാൻ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. തൈ മേടിച്ച് വെച്ച് നഴ്സറികളിൽ നിന്ന് ഞാൻ തൈ മേടിച്ച് വെച്ച് എടുക്കുന്നതാണ്. ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് പറിച്ചെടുക്കാം. ഒരു കൈ കൊണ്ട് ഫോൺ പിടിക്കണം, റെക്കോർഡ് ചെയ്യണം, അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് കേട്ടോ. ഈ കാന്താരി നമുക്ക് കറിയൊക്കെ ഉപയോഗിക്കാനും തോരനൊക്കെ ഞാനിത് വെച്ചിട്ട് തേങ്ങയുടെ കൂടെ ചതച്ചൊക്കെ ഉപയോഗിക്കുന്നത് ഈ കാന്താരി. ഇത് നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തിയാണ്. പിന്നെ ചീരയെല്ലാം നഷ്ടപ്പെട്ടിപ്പോൾ ചീരയുടെ ലീഫെല്ലാം പോയിട്ട് അതിലെല്ലാം അരികൾ ഏതാണ്ട് പ്രാണികൾ വന്ന് അതിനെ ആക്രമിച്ചിട്ടുണ്ട്. ഇത് ഇൻസെക്ടിസൈഡൊക്കെ അടിക്കേണ്ട സമയമായി. നീമോയിലൊക്കെ ഞാൻ തളിക്കാറുണ്ട്, പക്ഷേ ഇപ്പോൾ അത് പറ്റിയില്ല. പിന്നെ ഞാനിവിടെ ഇത് നട്ടിട്ടുണ്ട്, കുറേ ബന്ദി ചെടികളും വഴുതന, ഇങ്ങനെയൊക്കെ കോവൽ, ഇങ്ങനെയൊക്കെ. പിന്നെ കറിവേപ്പ്, എൻ്റെ കറിവേപ്പ് നല്ല ലീഫായിട്ട് ധാരാളം കറിവേപ്പില എനിക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ കറിവേപ്പില ധാരാളം ലീഫുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നമ്മുടെ ചെടികൾ വളർത്തുന്നതോടൊപ്പം ഒരു ചെറിയ പച്ചക്കറിത്തോട്ടം കൂടെ നട്ടു വളർത്താൻ ശ്രമിച്ചാൽ നമുക്ക് വിഷമൊന്നും അടിക്കാതെ നല്ല ആരോഗ്യകരമായ പച്ചക്കറി നമുക്ക് വളർത്താനും അതിൻ്റെ ഫലങ്ങൾ പറിച്ച് നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കാനൊക്കെ ഏറെ പ്രയോജനകരമായിരിക്കും.
കുറച്ച് വളർത്താൻ നോക്കണം. ഒരു കുറച്ച് സ്ഥലം മതി. ഞാൻ കുറച്ച് സ്ഥലമേ എടുത്തിട്ടുള്ളൂ. ഒത്തിരി സ്ഥലമൊന്നും ഇതിനു വേണ്ടി എടുത്തിട്ടില്ല. കുറച്ച് സ്ഥലമേ ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളൂ. ഇത് വാഴപ്പൂ ഉണ്ടല്ലേ, ഇത് ചെറിയ ചെടിയുടെ അടുത്ത് തന്നെ നിൽക്കുന്ന വാഴപ്പൂ. എൻ്റെ വാഴപ്പൂ നല്ല പൂക്കളം, നല്ല ഷെയ്ഡാണ് ഇതിൻ്റെ, കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ അതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷം. പച്ചക്കറിത്തോട്ടത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ഇനി ഇതുപോലൊരു നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ സമയം സ്പെൻഡ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ല കാര്യമാണ് പച്ചക്കറിത്തോട്ടം, ചെടികൾ എന്നൊക്കെ പറയുമ്പോൾ നല്ല ഇതായിരിക്കും സമയമൊക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ. ഇതൊക്കെ എൻ്റെ ചെടികളുടെ ഒരു ഇതാണ്. റോസ, ഇത് കുഞ്ഞ് പനിനീർപ്പൂക്കൾ, ചെറിയ റോസാപ്പൂക്കൾ. ഇത് നല്ല പഴയ കാലത്തെ നാടൻ പട്ടുറോസ എന്ന് പറയുന്നത്, അതായത് നാടൻ പട്ടുറോസപ്പൂവ്. അതൊക്കെയാണിത് ഇന്നത്തെ എനിക്ക് കാണിക്കാനുള്ളത്. ഹെലിക്കോണിയ. ഇത് അത്രയൊക്കെ വിശേഷങ്ങൾ ഇന്ന് എനിക്ക് കാണിക്കാൻ, നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ഇത് കണ്ടില്ലേ, ബ്ലീഡിങ് ഹാർട്ട് എന്ന് പറയുന്ന ചെടി. ഇത് ബ്ലീഡിങ് ഹാർട്ട് എന്ന് പറയുന്ന ചെടിയാണ്. ഇത്രയൊക്കെ വിശേഷങ്ങളാണ് ഇന്ന് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുമെന്ന് വിശ്വസിക്കട്ടെ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ബൈ.